ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളാണ്, അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് നമ്മൾ ഈ ഒരു കിഡ്നി റിലേറ്റഡ് ഡിസോർഡേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി എന്തായാലും 2-3 പാർട്സ് ഉണ്ടായിരിക്കും, അതൊക്കെ ഓൺ ദ വേ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കാം. എന്താണ് കിഡ്നീൻ്റെ ഫങ്ഷൻസ്, അതേപോലെ കുറച്ച് ഫംഗ്ഷൻ ടെസ്റ്റുകൾ തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം തന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മെയിൻ ആയിട്ടുള്ള ഓർഗൻ ആരാണ്? കിഡ്നി ആണ് അല്ലേ. കിഡ്നീൻ്റെ ഫങ്ഷനിങ് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ മോർ കോമൺലി റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ കിഡ്നീൻ്റെ അനാട്ടമിക്കൽ കുറച്ച് പാർട്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിഡ്നീൻ്റെ ഔട്ടർ ലെയറിനെ നമ്മൾ പറയുന്നതാണ് റീനൽ കോർട്ടെക്സ് എന്ന്, ഈ ഒരു ഔട്ടർ ലെയർ. ഇന്നർ ലെയറിനെ നമ്മൾ റീനൽ മെഡുല്ല എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ എന്താ, നമുക്ക് ഇന്നർ പോർഷനിൽ റീനൽ മെഡുല്ലയിൽ ആർട്ടറീസും അതേപോലെ വെയിൻസും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇതാ യുറീറ്റർ ഉണ്ട്, പിന്നെ മേജർ കാലിക്സ്, മൈനർ കാലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അനാട്ടമിക്കൽ പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റീനൽ സിസ്റ്റത്തിൽ വരുന്നതാണ് ആരൊക്കെ? കിഡ്നി, പെയർ ഓഫ് കിഡ്നി ഉണ്ടായിരിക്കും, യുറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, യൂറിനറി ബ്ലാഡർ ഉണ്ടായിരിക്കും, യുറേറ്റർ ഉണ്ടായിരിക്കും. ഇത്രയും ഓർഗൻസ് എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ റീനൽ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കുള്ളത് പെയർ ഓഫ് കിഡ്നി ആണ് അല്ലേ. അതായത് നമുക്ക് എല്ലാവർക്കും 2 കിഡ്നി ഉണ്ട്. നമ്മുടെ അബ്ഡോമൻ്റെ 2 സൈഡ്സിലായിട്ടാണ് ഈ ഒരു കിഡ്നി സിറ്റുവേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അല്ലേ. ഇനി ഈ 2 കിഡ്നിക്കും എന്താണ്? ആർട്ടറീസ് വഴി ബ്ലഡ് സപ്ലൈ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കിഡ്നിയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി കിഡ്നിയുടെ ഫങ്ഷൻസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം എക്സ്ക്രീഷൻ ആണ് മെയിനായിട്ട് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ വരുന്നത് അല്ലേ. നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനൊക്കെ, അല്ലെങ്കിൽ മെറ്റബോളിസം വഴി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാന്നുള്ളത് നമ്മുടെ കിഡ്നിയുടെ വാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അതുകൂടാതെ നമ്മുടെ ബോഡിയിൽ വാട്ടർ ബാലൻസ്, pH-നെ ബാലൻസ് ചെയ്യുക, ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സിനെ ബാലൻസ് ചെയ്യുക, ഇങ്ങനത്തെ ഹോമിയോസ്റ്റാസിസ്, ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് കൊണ്ടുവരാനും കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഹോർമോൺസ് ആയിട്ടുള്ള കാൽസിട്രയോള്, ഹീമോപോയിറ്റിൻ, ഇതിൻ്റെ ഒക്കെ സിന്തസിസിനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിഡ്നിയുടെ മേജർ ഫങ്ഷൻസ് വരുന്നത്. ഈ പറഞ്ഞ ഫങ്ഷൻസിൽ എന്തെങ്കിലും ഒരു കുറവ് അവിടെ വരികയാണ്, ഈ പറഞ്ഞ ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നില്ല എങ്കിൽ നമുക്കവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ നെഫ്രോൺസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നെഫ്രോൺസിൻ്റെ പെർഫോമൻസിൽ അവിടെ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ഇനി എന്താണ് നെഫ്രോൺസ്? വാട്ട് ഈസ് ദിസ് നെഫ്രോൺസ്? നെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കിഡ്നീൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത്? നെഫ്രോൺ എന്ന് പറയുന്നത് അല്ലേ. കിഡ്നീൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. ഓരോ കിഡ്നിയിലും, അതായത് 2 കിഡ്നിയിലും എന്താണ് 1 മില്യൺ നെഫ്രോണൊക്കെയാണ് കാണുന്നത്. അപ്പം അത്രയും നെഫ്രോൺ കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ഓഫ് കിഡ്നി. ഈ നെഫ്രോണിൽ തന്നെ എന്താണ് പിന്നെയും കുറേ ഭാഗങ്ങളുണ്ട്. അതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT എന്ന് പറയാം, ലൂപ്പ് ഓഫ് ഹെൻലെ ഉണ്ട്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ DCT, കളക്റ്റിംഗ് ട്യൂബ്യൂൾസ്. ഇതൊക്കെ നമ്മുടെ നെഫ്രോണിൽ കാണുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ കിഡ്നീൻ്റെ ഫങ്ഷൻസ് ഒന്നും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് പറയാം. ഫസ്റ്റത്തെ ഫങ്ഷൻ നോക്കൂ, മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. അതായത് നമ്മുടെ ബോഡിയിൽ കുറച്ച് ബാലൻസുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുക, അതിനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. എന്തിനൊക്കെ? വാട്ടറിനെ കറക്റ്റായിട്ട്, വാട്ടറിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, ഇലക്ട്രോലൈറ്റ്സിൻ്റെ എമൗണ്ട്, അതായത് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, അങ്ങനത്തെ കാൽഷ്യം, അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ആസിഡ് ബേസ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് നടത്തിയാൽ തന്നെ നമ്മുടെ ബോഡിയിലുള്ള pH-ൻ്റെയും കൂടെ റെഗുലേഷൻ നടക്കും. അപ്പോൾ ഓവറോൾ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു ഹോമിയോസ്റ്റാറ്റിക് കണ്ടീഷൻ ഉണ്ടാകത്തുള്ളൂ. സോ ഹോമിയോസ്റ്റാസിസ് നിലനിർത്തി പോകുക എന്നുള്ളത് ആരുടെ ഫങ്ഷനാണ്? കിഡ്നിയുടെ ഫങ്ഷനാണ്. രണ്ടാമത്തെ ഫങ്ഷനാണ് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സിനെ എക്സ്ക്രീറ്റ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടക്കുന്നുണ്ട്, പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്നുണ്ട്, ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം നടക്കുന്നുണ്ട്, അമിനോ ആസിഡ് മെറ്റബോളിസം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലോഡ് ഓഫ് മെറ്റബോളിക് പാത്വേസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പം അതിൽ പ്രോട്ടീൻ മെറ്റബോളിസവും ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസത്തിൻ്റെ ഒക്കെ എൻഡ് പ്രൊഡക്റ്റുകളായിട്ട് കുറേ പ്രൊഡക്ട്സ്, അതായത് കുറേ എൻഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, ഇതൊക്കെ എന്താണ്? മെറ്റബോളിക് എൻഡ് പ്രൊഡക്ട്സുകളാണ്. ഇവരൊന്നും എന്ത് ചെയ്യണമെന്നില്ല, നമ്മുടെ ബോഡിക്ക് പിന്നെ ആവശ്യം വരണമെന്നില്ല.
അതുകൊണ്ട് തന്നെ ഈ ഒരു വേസ്റ്റ് പ്രൊഡക്ട്സിനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു, കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എലിമിനേഷൻ മാത്രമാണോ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ, കിഡ്നിയുടെ ഫങ്ഷൻ? അല്ല, കിഡ്നിക്ക് മറ്റൊരു ഫങ്ഷൻ കൂടിയുണ്ട്. അതെന്താണ്? റിട്ടൻഷൻ ഓഫ് സബ്സ്റ്റൻസസ് വൈറ്റൽ ടു ദി ബോഡി. അതായത് ചിലപ്പോൾ നമ്മുടെ കിഡ്നിയിൽ വെച്ചിട്ട് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഫിൽട്രേഷൻ നടക്കുമ്പോൾ ആ ഫിൽട്രേറ്റിൽ പിന്നെയും എന്താണ്, ഈ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കിട്ടുന്ന ആ ഒരു ഫിൽട്രേറ്റ് ഉണ്ടല്ലോ, അതിൽ പിന്നെയും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഉപയോഗപ്പെടുന്ന കുറച്ച് സബ്സ്റ്റൻസുകൾ ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് പോലത്തെ ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസുകൾ ഉണ്ടാകാം. ഇവരെ എന്ത് ചെയ്യും, കിഡ്നി പിന്നെയും നമ്മുടെ ബ്ലഡിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കും, ബ്ലഡിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, റീ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതും നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനാണ്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ നോക്കൂ, ഹോർമോണൽ ഫങ്ഷൻസ്. കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു മറ്റ് എൻഡോക്രൈൻ ഓർഗൻസ് പോലെ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പോലെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ സെയിം ഹോർമോണാണ് ഹീമോപോയിറ്റിൻ എന്ന് പറഞ്ഞില്ലേ, അതന്നെയാണ് ഈ ഒരു എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. എറിത്രോപോയിറ്റിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, അതായത് അമിനോ ആസിഡ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. എറിത്രോപോയിറ്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിന്റെ സിന്തസിസിനും അതേപോലെ RBCന്റെ സിന്തസിസിനും വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യലാണ് എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഒന്നാണ് കാൽസിട്രയോൾ. ആക്ച്വലി കാൽസിട്രയോൾ ഇസ് നോട്ട് എ ഹോർമോൺ അല്ല, പകരം അതെന്താണ്, നമ്മുടെ വൈറ്റമിൻ ഡിന്റെ ബയോളജിക്കലി ആക്റ്റീവ് ഫോം ആണ്. നമ്മൾ പക്ഷെ വൈറ്റമിൻ ഡീനെ എന്ത് പറയാറുണ്ട്, വൈറ്റമിൻ ഡീനെ ഒരു ഹോർമോൺ ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ബിക്കോസ് അതിനെന്താണ്, വൈറ്റമിൻ ഡിക്ക് കുറേ ഹോർമോൺ ലൈക്ക് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 125 ഡൈഹൈഡ്രോക്സി കോൾ കാൽസിഫെറോൾ അല്ലെങ്കിൽ കാൽസിട്രയോൾ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഡിന്റെ ബയോളജിക്കലി ആക്റ്റീവ് ഫോം ആണ്. ഈ ഒരു ബയോളജിക്കൽ ആക്റ്റീവ് ഫോം, ഈ ഒരു ഫൈനൽ കൺവേർഷൻ ഉണ്ടല്ലോ, ആക്റ്റീവായിട്ട് മാറാനുള്ള ഒരു ഫൈനൽ കൺവേർഷൻ നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ കിഡ്നിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു കാൽസിട്രയോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും, കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരാളാണ് റെനിൻ. റെനിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈമാണ്, അതായത് പ്രോട്ടീൻസിൻ്റെ ലൈസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. അതിനെ ഇതേപോലെ കിഡ്നിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ റെനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആൻജിയോടെൻസിൻ 2ന്റെ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി ആൻജിയോടെൻസിൻ 2 എന്തിനു വേണ്ടിയിട്ടാണ്, ആൽഡോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ആൽഡോസ്റ്റിറോൺ ഇസ് എ ഹോർമോൺ. ആൽഡോസ്റ്റിറോൺ എന്താണ്, ഹോർമോൺ ആണ്. നമ്മുടെ ബോഡിയിൽ BP റെഗുലേഷൻ, ഇലക്ട്രോലൈറ്റ് ബാലൻസ്, വാട്ടർ റെഗുലേഷൻ, അതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ. സോ ഈ ഒരു ആൽഡോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് വേണം, ആൻജിയോടെൻസിൻ 2 വേണം. ആൻജിയോടെൻസിൻ 2ന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്, റെനിൻ ആണ്. ഈ ഒരു റെനിൻ സിന്തസൈസ്ഡ് ആവുന്നത് നമ്മുടെ കിഡ്നിയിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിഡ്നിയുടെ എൻഡോക്രൈൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫങ്ഷൻ വരുന്നത്. ഇനി അടുത്ത ഫങ്ഷൻ നോക്കൂ, ഫിൽട്രേഷൻ. കിഡ്നി എന്ത് ചെയ്യുന്നു, ഒരു ദിവസം 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടറിൻ്റെ ഫിൽട്രേഷൻ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു വാട്ടറിൽ സോഡിയം ഉണ്ടായിരിക്കും, ക്ലോറൈഡ് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, അമിനോ ആസിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സബ്സ്റ്റൻസുകളൊക്കെ അടങ്ങിയിട്ടുള്ള വാട്ടർ ഏകദേശം ഒരു ദിവസം 180 ലിറ്റേഴ്സ് ആണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഫിൽട്രേഷൻ നടന്നതിൽ നിന്നും 180 ലിറ്റേഴ്സ് വാട്ടർ ഫിൽട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും 178.5 ലിറ്ററും വാട്ടർ എന്താ നടക്കുന്നത്, റീ അബ്സോർബ്ഡ് ആവുകയാണ്. തിരിച്ച് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അതിൻ്റെ റീ അബ്സോർപ്ഷൻ നടക്കുന്നു. ഒപ്പം ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം, ക്ലോറൈഡ്, ഇതിൻ്റെ ഒക്കെ എന്ത് നടക്കും, റീ അബ്സോർപ്ഷൻ നടക്കുന്നു. ആകെ ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 2 ലിറ്റർ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതുള്ളൂ. ഓക്കെ, ബാക്കി അത്രയും 98% എന്താണ്, റീ അബ്സോർപ്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കൂ, പൊട്ടാസ്യത്തിൻ്റെ എക്സ്ക്രീഷൻ ഉണ്ട്, ഹൈഡ്രജൻ അയോൺസിൻ്റെ എക്സ്ക്രീഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻസ് വരുന്നത്.
ഈ ഒരു കിഡ്നീൻ്റെ ഫങ്ഷൻ ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നില്ലേ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് എന്ത്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പലതരം ടെസ്റ്റുകൾ വരുന്നുണ്ട്, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ റീനൽ ടിഷ്യൂവിൻ്റെ ഏകദേശം ഒരു 1/4 ഡാമേജ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഒക്കെ കാണിക്കുള്ളൂ. അല്ലാതെ ചെറിയൊരു ഡാമേജ് ആണ് കിഡ്നിയിൽ വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്, അബ്നോർമൽ ആകണം എന്നില്ല. ഓക്കെ, ഇനി ഈ ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിനെ നമുക്കുണ്ടല്ലോ ഒരു 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ഡിവൈഡ് ചെയ്തിരുന്നല്ലോ, അതേപോലെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളെ നമുക്ക് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേതാണ് ഗ്ലോമറുലാർ ഫംഗ്ഷൻ ടെസ്റ്റ്. അതായത് കിഡ്നി കറക്റ്റായിട്ട് ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഈ ഒരു ഗ്ലോമറുലാർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ വരുന്നത്. അതിൽ വരുന്നത് ക്ലിയറൻസ് ടെസ്റ്റുകളാണ്. ഇനുലിൻ ക്ലിയറൻസ്, ക്രിയാറ്റിനിൻ ക്ലിയറൻസ്, യൂറിയ ക്ലിയറൻസ്. ഈ 3 ക്ലിയറൻസ് ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നീൻ്റെ ഫിൽട്രേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കൂ, ട്യൂബുലാർ ഫംഗ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ട്യൂബുലാർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ വരുന്നതാണ് യൂറിൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡയല്യൂഷൻ ടെസ്റ്റ്, യൂറിൻ അസിഡിഫിക്കേഷൻ ടെസ്റ്റ്. ഇനി മൂന്നാമത്തേതാണ് നമ്മൾ ബ്ലഡ് അനാലിസിസ് നടത്തുക, ബ്ലഡ് അല്ലെങ്കിൽ സിറം അനാലിസിസ് നടത്തുക. അതായത് ബ്ലഡിലുള്ള യൂറിയൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, ബ്ലഡിലുള്ള ക്രിയാറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, പൊട്ടാസ്യം എത്രയാണ്, അങ്ങനെ ബ്ലഡ് ഓർ സിറത്തിൽ വരുന്ന ഇത്രയും നമ്മുടെ കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സബ്സ്റ്റൻസുകളുടെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് അനലൈസ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് വരുന്നത്. നാലാമത്തേതാണ് നമ്മുടെ യൂറിൻ്റെ എക്സാമിനേഷൻ, യൂറിൻ അനാലിസിസ് ആണ്. യൂറിൻ എത്രത്തോളം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, യൂറിൻ്റെ pH എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, യൂറിനിൽ അബ്നോർമലായിട്ട് പ്രോട്ടീൻ ഉണ്ടോ, ബ്ലഡ് ഉണ്ടോ, ഗ്ലൂക്കോസ് ഉണ്ടോ, വല്ല ബാക്ടീരിയ ഉണ്ടോ, പസ് സെല്ലുണ്ടോ, എപ്പിത്തീലിയൽ സെല്ലുണ്ടോ, അങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നോർമൽ മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ യൂറിനെ എക്സാമിൻ ചെയ്യുന്നതാണ് നാലാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളെ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടാതെ മറ്റൊരു ക്ലാസിഫിക്കേഷനും കൂടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്മോൾ ക്ലാസിഫിക്കേഷൻ ആണ്. അത് നോക്കൂ, ഒന്ന് കിഡ്നി ഡിസീസുകളുടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ യൂറിൻ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ പ്ലാസ്മയിലുള്ള യൂറിൻ്റെ ക്രിയാറ്റിൻ്റെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അനാലിസിസ് നടത്തുക. ഇത് ജസ്റ്റ് കിഡ്നിയിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അതിൽ തന്നെ 2 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഗ്ലോമറുലാർ ഫംഗ്ഷൻ അസസ് ചെയ്യാനും രണ്ടാമത്തത് ട്യൂബുലാർ ഫംഗ്ഷൻ അസസ് ചെയ്യാനും. നമ്മൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ഗ്ലോമറുലാർ ഫംഗ്ഷൻ, ട്യൂബുലാർ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗ്ലോമറുലാർ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ക്ലിയറൻസ് ടെസ്റ്റുകൾ, ഗ്ലോമറുലാർ പെർമിയബിലിറ്റി, പ്രോട്ടീൻ യൂറിയ പറഞ്ഞ ടെസ്റ്റുകൾ വരും. ട്യൂബുലാർ ഫംഗ്ഷൻ അസസ് ചെയ്യാനാണെങ്കിൽ റീഅബ്സോർപ്ഷൻ സ്റ്റഡി, സെക്രീഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ഡയല്യൂഷൻ ടെസ്റ്റ്, റീനൽ അസിഡിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലിയറൻസ് ടെസ്റ്റുകളാണ്. യൂറിയ ക്ലിയറൻസ്, ക്രിയാറ്റിൻ ക്ലിയറൻസ്, ഇനുലിൻ ക്ലിയറൻസ്, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്താണെന്ന് പഠിക്കണം. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് നമ്മൾ അറിയണം. ആക്ച്വലി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ സ്കൂളിലും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ, നമ്മൾ അനാട്ടമിയും ഒക്കെ പഠിക്കുമ്പോൾ, സ്കൂളിൽ ബയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 8ലും 9ലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് പറയുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ. കാരണം ഇതറിഞ്ഞാലാണ് നമുക്ക് ക്ലിയറൻസ് ടെസ്റ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കിഡ്നിയിൽ നടക്കുന്ന 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളാണ് പറയാൻ പോകുന്നത്. യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, യൂറിൻ ഫോം ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്പുകൾ വഴിയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നടക്കുന്നത് നമ്മുടെ നെഫ്രോണിലാണ്. നെഫ്രോണിൽ തന്നെ നെഫ്രോണിൻ്റെ പല പല ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു സ്റ്റെപ്പുകൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഗ്ലോമറുലർ കാപ്പിലറീസ്, റീനൽ ട്യൂബ്യൂളിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു 3 സ്റ്റെപ്പുകൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് വരുന്നത്. അതായത് നമ്മുടെ നെഫ്രോണിലേക്ക് എത്തുന്ന എന്താണ്, ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കുകയാണ്. ഗ്ലോമറുലയിൽ വെച്ചിട്ടാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഗ്ലോമറുലൈ എന്ന് പറഞ്ഞാൽ നെഫ്രോണിൽ കാണുന്ന വളരെ ടൈനി ആയിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസ് ആണ് ഗ്ലോമറുലൈ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഫിൽട്രേഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, ആ ഒരു ബ്ലഡിൽ ഇറങ്ങിയിട്ടുള്ള വാട്ടർ, മറ്റ് സൊല്യൂട്ടുകൾ, പിന്നെ അതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഫിൽട്ടർ അതിൽ കൂടെ ആ കാപ്പിലറി വാൾസിൽ കൂടെ എന്താണ് പാസ് ചെയ്യുവാണ്. അപ്പം അങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചില വാട്ടർ അതേപോലെ ചെറിയ ചെറിയ സ്മോൾ സൊല്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു കാപ്പിലറി വാൾസ് അല്ലെങ്കിൽ മെംബ്രെയിൻസിൽ കൂടെ ഫിൽട്രേഷൻ നടക്കും, അതായത് പാസ് ചെയ്തിട്ട് പോകും. പക്ഷെ കുറച്ചും കൂടെ വലിയ പ്രോട്ടീൻസ്, ബ്ലഡിലത്തെ സെൽസ്, അതൊന്നും ഫിൽട്രേഷൻ നടക്കത്തില്ല. അതൊക്കെ അവിടെ തന്നെ റിട്ടേൺ ചെയ്യും. പകരം വാട്ടർ അതേപോലെ ചെറിയ ചെറിയ സ്മോൾ സൊല്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോഴ്സിൽ കൂടെ ഫിൽട്രേഷൻ നടക്കുന്നു. ഓക്കെ, എന്നിട്ട് അപ്പോൾ ആ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിൽട്രേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞ പോലെ വാട്ടറും സൊല്യൂട്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. ആ ഒരു സൊല്യൂട്ട്സിൽ തന്നെ നമ്മുടെ ബോഡിക്ക് പിന്നെയും ആവശ്യം വരുന്ന കുറേ സബ്സ്റ്റൻസുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ക്ലോറൈഡ്, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസിനെയും അതേപോലെ വാട്ടറും ഇതൊക്കെ എന്ത് ചെയ്യുന്നു, തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർപ്ഷൻ നടക്കുന്നു. അതെന്ത് ചെയ്യുന്നു, ഫിൽട്രേറ്റിൽ നിന്നും വാട്ടറും ആവശ്യമായിട്ട് വരുന്ന സബ്സ്റ്റൻസുകളും പിന്നെയും ബ്ലഡിലേക്ക് റീ അബ്സോർബ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലാണ് ട്യൂബുലാർ സെക്രീഷൻ ആണ് വരുന്നത്. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത വരുന്ന സബ്സ്റ്റൻസ്, ബാക്കി ഫിൽട്രേറ്റിൽ ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ക്രിയാറ്റിനിൻ അതേപോലെ മെറ്റബോളിക് ആൻഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ എന്ത് ചെയ്യും, അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞല്ലോ, ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലിയറൻസ് ടെസ്റ്റുകൾ നടക്കുന്നത്. ഓക്കെ, ക്ലിയറൻസ് ടെസ്റ്റുകളിലൊക്കെ ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ്. അപ്പോൾ ബ്ലഡ് എന്ത് ചെയ്യും, നമ്മുടെ നെഫ്രോൺസിൽ കാണപ്പെടുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിൽ കൂടെ പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടന്നിട്ട് അവിടെ ഒരു ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞു ബ്ലഡിലുള്ള സെൽസ് ആയിക്കോട്ടെ, കുറച്ച് ലാർജ് പ്രോട്ടീൻസ് ആയിക്കോട്ടെ, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫിൽട്രേഷൻ നടക്കത്തില്ല. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഓരോ സബ്സ്റ്റൻസിൻ്റെ പോഴ്സിൻ്റെ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ വെയിറ്റ് വരുന്നത്, മോളിക്കുലാർ വെയിറ്റ് വരുന്നത് 67,000 ഡാൾട്ടൺ ആണ്. ആൽബുമിൻ്റെ ആണെങ്കിൽ 69,000 ഡാൾട്ടൺ ആണ് വരുന്നത്. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലോമറിലായി കൂടെ അതിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, പാസ് ചെയ്ത് പോകും. പക്ഷെ ആൽബുമിൻ ആണെങ്കിൽ നമ്മുടെ പാസ് ചെയ്ത് പോകത്തില്ല, അത് ബ്ലഡിൽ അതേപോലെ തന്നെ ഉണ്ടാകും. സോ ഇപ്പം നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂറിനിൽ എന്താണ് ആൽബുമിൻ്റെ പ്രസൻസ് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, അവിടെ എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, കിഡ്നി ഫങ്ഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണ്, ഈ ഒരു ആൽബുമിൻ സാധാരണ ഫിൽട്ടർ ചെയ്ത് പോകത്തില്ല, അത് പോകാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ഇറ്റ്സ് സൈസ്. അപ്പോൾ അതുകൊണ്ട് എങ്ങാനും യൂറിനിൽ ആൽബുമിൻ്റെ പ്രസൻസ് കാണുവാണെങ്കിൽ, പ്രോട്ടീൻ്റെ പ്രസൻസ് കാണുവാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സംതിങ് എന്തോ ഒരു പ്രോബ്ലം അവിടെ കിഡ്നിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോമറുലൈ പെർ യൂണിറ്റ് ടൈമിൽ ഗ്ലോമറുലൈ കൂടെ ഫിൽട്ടർ ചെയ്ത് പോകുന്ന പ്ലാസ്മയുടെ വോളിയം, അതിനെയാണ് എന്ത് പറയുന്നത്, GFR അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഗ്ലോമറുലൈ കൂടെ ഫിൽട്ടർ ചെയ്ത് പോകുന്ന പ്ലാസ്മയുടെ വോളിയം.
എത്ര എമൗണ്ട് ഓഫ് പ്ലാസ്മയാണ് ഇന്ന ടൈമിൽ ഗ്ലോമറുലായി കൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ഈ ഒരു GFR ടെസ്റ്റ് എന്താണ്? ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ കിഡ്നീസ് എത്ര നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഫിൽട്രേഷൻ എത്ര നന്നായിട്ട് കിഡ്നിയിൽ കൂടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അത് മാത്രമല്ല ഓരോ മിനിറ്റിലും ഗ്ലോമറിലായി കൂടെ എത്രത്തോളം ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ട് എന്ന കണക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. കിഡ്നീസിന്റെ ഫങ്ഷൻ മാത്രമല്ല, വോളിയം ഓഫ് പ്ലാസ്മയാണ് അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തും കൂടെ മനസ്സിലാക്കാൻ പറ്റും? എത്രത്തോളം ബ്ലഡിന്റെ ഫിൽട്രേഷൻ ഓരോ മിനിറ്റിലും ഗ്ലോമറിലായി കൂടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം എങ്ങാനും നമ്മുടെ BP ലോ ആവാൻ വിചാരിക്കും, ബ്ലഡ് പ്രഷർ ലോ ആവാന്ന് വിചാരിക്കും. ഒരു ബിലോ 80 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? GFRലും ചേഞ്ച് വരും. കാരണം ബ്ലഡ് പ്രഷർ കുറഞ്ഞു, അപ്പോൾ നമ്മുടെ കിഡ്നിയിലേക്ക് ഫിൽട്രേഷൻ നടക്കുന്ന ആ ഒരു ബ്ലഡിന്റെ എമൗണ്ടും എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതേപോലെ നമ്മുടെ കിഡ്നിയിലൂടെയുള്ള ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും ബ്ലോക്ക് വരികയെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്ഡ് ആയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ കിഡ്നിയിൽ കൂടെ എന്തില്ല, അതിൽ ബ്ലഡ് ഫ്ലോ കറക്റ്റ് നടക്കത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ GFRന്റെ റേറ്റ് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് GFR കുറയുന്നത്? ബിക്കോസ് GFR എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മിനിറ്റിലും ഗ്ലോമറുലായി കൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന പ്ലാസ്മയുടെ വോളിയം, അതിനെയാണ് GFR എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ GFRും എന്ത് ചെയ്യുന്നു? കുറയുന്നു. അത് മാത്രമല്ല, ജെൻഡർ അനുസരിച്ചിട്ട് GFRൽ ചേഞ്ച് വരും. മെന്നിലേക്കാളും വുമണിൻ്റെ GFR കുറച്ച് കുറവാണ്. അതേപോലെ ഏജിനനുസരിച്ചിട്ടും GFR എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കിഡ്നിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 700 ml പ്ലാസ്മയാണ് ഒരു മിനിറ്റിലാണ് കേട്ടോ പറയുന്നത്. 700 ml പ്ലാസ്മ കിഡ്നി കൂടെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമ്മൾ പ്ലാസ്മയുടെ പകരം ബ്ലഡ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ 1200 ml ബ്ലഡാണ് വരിക. പ്ലാസ്മയാണെങ്കിൽ 700 ml പ്ലാസ്മ, മില്ലിലിറ്റർ പ്ലാസ്മയാണ് ഒരു മിനിറ്റിൽ കിഡ്നി കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇനി പ്ലാസ്മയുടെ പകരം നമ്മൾ ബ്ലഡ് ആണ് പറയുന്നതെങ്കിൽ, ബ്ലഡ് എന്ന ഫോമിലാണ് പറയുന്നതെങ്കിൽ എത്രയാണ് എമൗണ്ട് വരുന്നത്? 1200 ml ബ്ലഡാണ് ഒരു മിനിറ്റിൽ പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ GFRന്റെ ഒരു ആവറേജ് കണക്ക് നമ്മൾ പറയുവാണെങ്കിൽ, ഒരു 70 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരാളിൽ ഒരു മിനിറ്റിൽ GFR ഏകദേശം ഒരു ആവറേജ് നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ 120 to 125 ml ആണ് നോർമൽ വാല്യൂ വരുന്നത്. അപ്പോൾ GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ഒരു മിനിറ്റിൽ നമ്മുടെ ഗ്ലോമറുലയിൽ കൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന പ്ലാസ്മയുടെ എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ വോളിയം എത്രയാണ്? 120 to 125 milliliter ആണ് വരുന്നത്. മില്ലിലിറ്റർ പെർ മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, അവിടെ ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 170 to 180, അതായത് 178 എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അപ്പം അത്ര ആ ഫോം ഇതിലത്ര, അതായത് 180 ഫോം ചെയ്യുന്നുണ്ടെങ്കിലും 178 അത്രയും പിന്നെ എന്താണ്? റീ അബ്സോർപ്ഷൻ നടക്കുവാണ്. അപ്പം ആകെ 1.5 ലിറ്ററോ അല്ലെങ്കിൽ 2 ലിറ്റർ യൂറിൻ മാത്രമാണ് യൂറിനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിലേക്ക് തിരിച്ച് റീ അബ്സോർപ്ഷൻ നടക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് GFRും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു GFR എന്താന്നുള്ള ഐഡിയ കിട്ടിയാലാണ് നമുക്ക് ക്ലിയറൻസ് ടെസ്റ്റുകൾ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോറി, ഇവിടെ ക്ലിയറൻസ് എന്നാണ് കേട്ടോ, G അല്ല C ആണ് വരിക, ക്ലിയറൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയറൻസ് ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയറൻസ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നമ്മൾ ഡയറക്റ്റ്ലി മെഷർ ചെയ്യല്ല, പകരം ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് GFR നമുക്ക് എത്രയാണ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയറൻസ് ടെസ്റ്റുകൾ ചെയ്യണം. ആൻഡ് റീനൽ ഫങ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഈ ഒരു ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സബ്സ്റ്റൻസും എത്രത്തോളമാണ് നമ്മുടെ ബ്ലഡിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് ഈ ഒരു ക്ലിയറൻസിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് സബ്സ്റ്റൻസിനെ പറ്റിയിട്ടാണോ പറയുന്നത് ആ ഒരു സബ്സ്റ്റൻസ്
നമ്മുടെ എത്ര വോളിയം ഓഫ് പ്ലാസ്മ, എത്ര എമൗണ്ട് ഓഫ് പ്ലാസ്മയിൽ നിന്നാണോ അതെന്ത് ചെയ്യുന്നത്, എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് എന്നതാണ് എന്ത് പറയുന്നത്, ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ ആ ഒരു സബ്സ്റ്റൻസ് എത്രത്തോളം പ്ലാസ്മയെന്നാണ് കംപ്ലീറ്റ്ലി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്, കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് പോകുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിയറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു ഡെഫിനിഷനാണ്, the volume of plasma that would be completely cleared of a substance per minute. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, the milliliters of plasma which contains the amount of that substance excreted by kidney per minute. അതായത് ഏത് സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടാണോ നമ്മൾ പറയുന്നത് ആ ഒരു സബ്സ്റ്റൻസ് ഒരു മിനിറ്റിൽ പ്ലാസ്മയിൽ നിന്നും എക്സ്ക്രീറ്റ് ആയി വരുന്നുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് എക്സ്ക്രീഷൻ നടക്കുന്നത് എത്ര എമൗണ്ട് ഓഫ് പ്ലാസ്മയിൽ നിന്നുമാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്ലിയറൻസിൻ്റെ യൂണിറ്റ് വരുന്നത് മില്ലി ലിറ്റർ പെർ മിനിറ്റിലാണ് പറയുന്നത്. എത്രയാണ് വരുന്നത്, മില്ലി ലിറ്റർ പെർ മിനിറ്റ് ആണ്. ബിക്കോസ് വോളിയം ഓഫ് പ്ലാസ്മ പെർ മിനിറ്റ് ആണ് നമ്മൾ പറയുന്നത്. സോ യൂണിറ്റ് വരിക മില്ലി ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഇനി അതിൻ്റെ ഇക്വേഷൻ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വി ബൈ പി. എന്താണ് ക്ലിയറൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്, യു വി ബൈ പി. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. യു ഇൻറ്റു വി ബൈ പി എന്നാണ് ഇക്വേഷൻ വരുന്നത്. എന്താണ് അവിടെ യു? യു മീൻസ് നമ്മൾ ഏത് സബ്സ്റ്റൻസിൻ്റെ ക്ലിയറൻസ് ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസ് യൂറിനിൽ എത്രത്തോളം ഉണ്ട്, യൂറിനിൽ എത്രയാണ് ആ ഒരു സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, അതാണ് യു. വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് യൂറിൻ ആണ് വരുന്നത്. ഓരോ മിനിറ്റിലും എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന യൂറിൻ്റെ വോളിയം ആണ് വി. ഇനി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റൻസ് പ്ലാസ്മയിൽ എത്രത്തോളം ഉണ്ട്, ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ പ്ലാസ്മ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വി ബൈ പി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം എന്താണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ചില സബ്സ്റ്റൻസിന് ഉണ്ടല്ലോ നമ്മുടെ കിഡ്നി റീഅബ്സോർപ്ഷനോ സെക്രീഷനോ ഒന്നും തന്നെ നടത്തില്ല, പകരം അതിന് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് വിടും. അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, അതിൻ്റെ സെക്രീഷൻ കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സബ്സ്റ്റൻസുകളുടെ ക്ലിയറൻസ് വാല്യൂ എന്തായിരിക്കും, GFRന് ഈക്വൽ ആയിരിക്കും. ക്ലിയറൻസും GFRും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓരോ സബ്സ്റ്റൻസും ഇതേപോലെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ, അതിൻ്റെ എക്സ്ക്രീഷൻ നടക്കുന്നുണ്ടോ, ഇനി ഒന്നും നടക്കുന്നില്ലേ. സോ അതനുസരിച്ചിട്ടായിരിക്കും ഓരോന്നിൻ്റെയും GFRും അതേപോലെ ക്ലിയറൻസും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇനുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു കോമ്പൗണ്ട് അല്ല, പകരം നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രാവീനസ്ലി നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ത്, ഇനുലിൻ. സോ ഇനുലിനെ നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുന്നില്ല, റീഅബ്സോർപ്ഷനോ അല്ലെങ്കിൽ സെക്രീഷനോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, അതിനെ ഫ്രീ ആയിട്ട് ഫിൽട്ടർ ചെയ്ത് വിടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ GFR ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇനുലിൻ ക്ലിയറൻസ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സബ്സ്റ്റൻസും എങ്ങനെയാണോ നമ്മുടെ കിഡ്നിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ക്ലിയറൻസ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനുലിൻ നമുക്ക് ചെയ്യാൻ നല്ല ഒരു മെത്തേഡാണ് ഇനുലിൻ ക്ലിയറൻസ് എന്നുള്ളത്. പക്ഷേ എങ്കിലും നമ്മൾ പ്രിഫർ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ ക്ലിയറൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് ഒന്നുകൂടെ പ്രിഫർ ചെയ്യുന്നത്. ഇനുലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നോർമലി ഉള്ളൊരു സാധനമല്ല, അത് നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ക്ലിയറൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണ്, ഓൾറെഡി നമ്മുടെ ബ്ലഡിലുള്ള സബ്സ്റ്റൻസുകളുടെ ക്ലിയറൻസ് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ്. അതിൽ രണ്ടാൾക്കാരാണ് അങ്ങനെ ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ക്രിയാറ്റിനും യൂറിയയും. ക്രിയാറ്റിനിൻ ആൻഡ് യൂറിയ രണ്ടും നമ്മുടെ ബ്ലഡിലുള്ള ആൾക്കാരാണ്. ഈ ഒരു ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി വരുന്നത് 145 ml per minute ആണ് വരുന്നത്. നമ്മുടെ GFRനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് ക്രിയാറ്റിൻ ക്ലിയറൻസ് വാല്യൂ വരുന്നത്. GFR നമ്മൾ നേരത്തെ നോർമലി പറഞ്ഞ പോലെ 120 to 125 ml/minute ആണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് വരുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ
ഒരു ചിലപ്പോൾ ക്രിയാറ്റിൻ ക്ലിയറൻസിൻ്റെ നോർമൽ വാല്യൂ നമ്മൾ 120 to 145 എന്നും പറയാറുണ്ട് കേട്ടോ. ഒരു 145 കണ്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു 145 എന്നുള്ള വാല്യൂ എന്താണ്, GFRനേക്കാളും ഹയർ ആണ്. അത് ഹയർ ആവാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ട്യൂബ്യൂൾസിൽ നിന്നും ഇതിൻ്റെ സെക്രീഷൻ നടക്കുന്നുണ്ട്. ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ നിന്നും സെക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്നത് കൊണ്ടാണ് GFRനേക്കാളും കുറച്ചും കൂടെ വലിയ വാല്യൂ എന്തായത്, ക്രിയാറ്റിൻ ക്ലിയറൻസ് ആയത്. ഇനി യൂറിയ ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ യൂറിയ നമ്മുടെ ബോഡിയിൽ പാർഷ്യലി റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ക്ലിയറൻസ് വാല്യൂ GFRനേക്കാളും കുറച്ച് കുറവായിരിക്കും വരിക. നോക്കൂ, അപ്രോക്സിമേറ്റ്ലി 75 ml/minute ആണ് വരിക. അപ്പോൾ റീഅബ്സോർപ്ഷനും നടക്കുന്നില്ല, സെക്രീഷനും നടക്കുന്നില്ല എങ്കിൽ അങ്ങനത്തെ സബ്സ്റ്റൻസുകളുടെ ക്ലിയറൻസ് എന്തായിരിക്കും, GFRന് ഈക്വൽ ആയിരിക്കും. ഇനി ഏതൊക്കെ സബ്സ്റ്റൻസുകളുടെ റീഅബ്സോർപ്ഷൻ ആണോ നടക്കുന്നത് അവരുടെ ക്ലിയറൻസ് വാല്യൂ എന്തായിരിക്കും, GFRനേക്കാളും താഴെയായിരിക്കും, കുറവായിരിക്കും. ഇനി ഏതൊക്കെ സബ്സ്റ്റൻസുകളുടെ സെക്രീഷൻ നടക്കുന്നുണ്ടോ അവരുടെ ക്ലിയറൻസ് വാല്യൂ എന്തായിരിക്കും, GFRനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ക്ലിയറൻസ് വാല്യൂ ആൻഡ് GFRും തമ്മിലുള്ള ആ ഒരു റിലേഷൻ വരുന്നത്. ഇങ്ങനെയാണ് രണ്ടുപേരും കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ക്രിയാറ്റിനിൻ? ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ മസിലിൽ കാണുന്ന ഒരു കോമ്പൗണ്ട് ആണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്ന കോമ്പൗണ്ട്. ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൽ നിന്നും വരുന്ന ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് എന്ത്, ക്രിയാറ്റിനിൻ എന്ന കോമ്പൗണ്ട്. ഓക്കെ, ഈ ഒരു ക്രിയാറ്റിനിൻ്റെ എക്സ്ക്രീഷൻ നമ്മുടെ ബോഡിയിൽ ഒരു മെറ്റബോളിസമോ മറ്റ് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ക്രിയാറ്റിനിൻ്റെ എക്സ്ക്രീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റ് എന്നുള്ളത് നമ്മുടെ റീനൽ ഫങ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻഡെക്സ് ആണ് എന്ത്, ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റ്. ബിക്കോസ് അതിനെ മറ്റൊരു ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഈ ഒരു ക്രിയാറ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിയാറ്റിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്ലോമറുലായി ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് സെക്രീഷനും ട്യൂബ്യൂൾസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് വാല്യൂ ഈക്വൽ ടു GFR അല്ല, ഏകദേശം ക്ലോസ് ആണെന്ന് പറയാം. പക്ഷെ GFRനേക്കാളും കുറച്ചും കൂടെ ഗ്രേറ്റർ ആണ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് വാല്യൂ വരുന്നത്. പക്ഷെ ഏകദേശം ക്ലോസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്ലോമറുലാർ ഫങ്ഷൻ അസസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇൻഡെക്സ് ആണ് ഏത്, നമ്മുടെ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര മില്ലി ഓഫ് പ്ലാസ്മയിൽ നിന്നാണ് ഓരോ മിനിറ്റിലും ക്രിയാറ്റിൻ കംപ്ലീറ്റ്ലി ക്ലിയർ ആകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിയാറ്റിനിൻ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊസീജിയർ ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യമൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ 24 hour യൂറിൻ കളക്ഷൻ നടത്തും. അത് യൂറിൻ കളക്ഷൻ തന്നെ നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിങ്ങനെ മോർണിംഗ് യൂറിൻ, മിഡ് യൂറിൻ, 2 hour യൂറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് യൂറിൻ കളക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് 24 hour യൂറിൻ കളക്ഷൻ. അതായത് ഒരു ദിവസം ഫുള്ളി കംപ്ലീറ്റ്ലി ഉള്ള യൂറിൻ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂറിനിലുള്ള ക്രിയാറ്റിൻ്റെ അളവും നമ്മൾ നോക്കണം. അതേപോലെ പ്ലാസ്മയിൽ എത്രത്തോളം, ഈ ഒരു 24 hours പ്ലാസ്മയിൽ എത്രത്തോളം ക്രിയാറ്റിൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു U ഇൻറ്റു V/P. U എന്ന് പറയുമ്പോൾ എന്താണ്, യൂറിനിലുള്ള ക്രിയാറ്റിനിൻ്റെ കോൺസെൻട്രേഷൻ. V മീൻസ് വോളിയം ഓഫ് യൂറിൻ ആണ്. അതേപോലെ പിന്നെ എന്ത് വരും, P എന്ന് പറഞ്ഞാൽ പ്ലാസ്മയിലുള്ള ക്രിയാറ്റിനിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടെടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ യൂറിൻ്റെ വോളിയം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യൂറിൻ ഔട്ട്പുട്ട് ഇൻ ml/minute ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 24 hour യൂറിൻ്റെ വോളിയം എത്രയാണെന്ന് നോക്കിയിട്ട് അതിനെ 24മായി ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 60 ചെയ്യണം. എന്നാലാണ് ml/minute യൂറിൻ്റെ വോളിയം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇതാണ് ട്രഡീഷണൽ മെത്തേഡ്. ഇനി മോഡിഫൈഡ് പ്രൊസീജിയർ ഉണ്ട്. അവിടെ എന്താണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് 24 hour യൂറിൻ ഒന്നും വേണ്ട, പകരം 1 മണിക്കൂറിലുള്ള യൂറിൻ ആണ് വേണ്ടത്. 1 hour യൂറിൻ മാത്രം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആൾക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുക. അതിനുശേഷമുള്ള 1 മണിക്കൂറിലെ യൂറിൻ കളക്ട് ചെയ്തിട്ട് വെക്കാം.
എന്നിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുക. എത്രയാണ് യൂറിനിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കുക, പ്ലാസ്മയിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കുക, ആ ഒരു 1 ഹവറിലുള്ള യൂറിയത്തിൻ്റെ വോളിയം എത്രയാണ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് എന്താണ് ക്രിയാറ്റിൻ്റെ ക്ലിയറൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ ട്രഡീഷണൽ പ്രൊസീജിയർ ഉണ്ട്, മോഡിഫൈഡ് പ്രൊസീജിയർ ഉണ്ട് എന്ന് മാത്രം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്രിയാറ്റിൻ ക്ലിയറൻസ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ ക്ലിയറൻസിൻ്റെ നോർമൽ വാല്യൂ എന്ന് വരുന്നത് റേഞ്ച് ആണ് 120 to 145 ml/min ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ പറയുകയാണെങ്കിൽ നമുക്ക് 145 അപ്രോക്സിമേറ്റ്ലി 145 ml/min എന്ന് പറയാം. പിന്നെ കമ്പയർഡ് ടു മെൻ, വുമണിൽ ഇതെന്താണ് കുറച്ച് ഒന്ന് ചെറിയ സ്ലൈറ്റ്ലി ഒന്ന് ലോവർ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ് വരുന്നത്. നമ്മുടെ നോർമലിനേക്കാളും ക്രിയാറ്റിൻ ക്ലിയറൻസിൻ്റെ റിസൾട്ട് കുറയുവാണ്, ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ GFR കുറവാണ്. എന്തുകൊണ്ടാണ് GFR കുറവ് വരുന്നത്? ബിക്കോസ് കിഡ്നി ഡാമേജ് ഉണ്ട്. അപ്പോൾ കിഡ്നി ഫങ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏർലി ഡിറ്റക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ത്? ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് യൂറിയ ക്ലിയറൻസ് ടെസ്റ്റ്. നമ്മളെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ക്രിയാറ്റിൻ ക്ലിയറൻസ് പോലെ തന്നെയാണ്, അതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ക്ലിയറൻസ് ടെസ്റ്റ് ആണ്, കോമ്പൗണ്ട് മാത്രമേ മാറുന്നുള്ളൂ. സോ സെയിം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് വരാം. ഓക്കെ, ഇനി യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ മെറ്റബോളിസം നടന്നു കഴിഞ്ഞിട്ട് അവിടെ വരുന്ന എൻഡ് പ്രൊഡക്റ്റ് ആണ് യൂറിയ എന്ന് പറയുന്നത്. യൂറിയൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞാൽ കുറച്ച് യൂറിയൻ്റെ റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ സെക്രീഷൻ അല്ല, പകരം എന്ത് ചെയ്യുന്നു? അതിൻ്റെ റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GFRനേക്കാളും കുറവാണ് എന്ത്? യൂറിയ ക്ലിയറൻസ് വാല്യൂ വരുന്നത്. ഓൾസോ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് എത്രയാണോ അതെന്ത് ചെയ്യും? ഇതേപോലെ യൂറിയ ക്ലിയറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിയാറ്റിൻ ക്ലിയറൻസ് ആണ് എന്തുകൊണ്ടും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് റീനൽ ഫങ്ഷൻ അസസ് ചെയ്യാനുള്ള ഒരു ബെറ്റർ ടെസ്റ്റ് ഏതാണ്? ക്രിയാറ്റിൻ ക്ലിയറൻസ് ആണ് ദാൻ യൂറിയ ക്ലിയറൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. യൂറിയ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? എത്ര മില്ലിലിറ്റർ ഓഫ് പ്ലാസ്മയിൽ നിന്നാണ് നമ്മുടെ യൂറിയൻ്റെ ക്ലിയറൻസ് ഓരോ മിനിറ്റിലും നടക്കുന്നത്. ഇനി യൂറിയ ക്ലിയറൻസ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യൂറിയ ക്ലിയറൻസ് 2 ടൈപ്പിൽ പറയാം. മാക്സിമം യൂറിയ ക്ലിയറൻസും ഉണ്ട്, സ്റ്റാൻഡേർഡ് യൂറിയ ക്ലിയറൻസും ഉണ്ട്. അതായത് മാക്സിമം യൂറിയ ക്ലിയറൻസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ യൂറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ യൂറിൻ വോളിയം ഒരു മിനിറ്റിൽ മോർ ദാൻ 2 ml ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മാക്സിമം യൂറിയ ക്ലിയറൻസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാണ് മാക്സിമം യൂറിയ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ വരുന്ന യൂറിൻ്റെ എമൗണ്ട് 2 ml കൂടുതലാണെങ്കിൽ മാത്രമാണ് നമുക്കവിടെ മാക്സിമം യൂറിയ ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വേഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ യൂറിൻ്റെ അളവ് ഗ്രേറ്റർ ദാൻ 2 ml ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന യൂറിയ ക്ലിയറൻസ് എങ്ങനത്തെ ആയിരിക്കും? മാക്സിമം യൂറിയ ക്ലിയറൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു മാക്സിമം യൂറിയ ക്ലിയറൻസിൻ്റെ നോർമൽ വാല്യൂ വരുന്നത് 75 ml/min ആണ് വരുന്നത്. ഇനി സ്റ്റാൻഡേർഡ് യൂറിയ ക്ലിയറൻസ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരു മിനിറ്റിൽ 2 ml യൂറിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നില്ല, അത്രത്തോളം യൂറിൻ പ്രൊഡക്ഷൻ നടക്കണം എന്നില്ല. യൂറിൻ്റെ അളവ് കുറച്ച് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ യൂറിൻ്റെ വോളിയം കുറവ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ്? യൂറിയ ക്ലിയറൻസിലും ചേഞ്ച് വരും. സോ ഇഫ് യൂറിൻ്റെ വോളിയം ലെസ് ദാൻ 2 ml ആണെങ്കിൽ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്സിമം യൂറിയ ക്ലിയറൻസ് അല്ല, പകരം എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് യൂറിയ ക്ലിയറൻസ് ആയിരിക്കും. ആൻഡ് ഇക്വേഷൻ സെയിം തന്നെ, ഇക്വേഷനിൽ ചെറിയ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, അത് പറയാം. ആൻഡ് ഈ ഒരു സ്റ്റാൻഡേർഡ് യൂറിയ ക്ലിയറൻസിൻ്റെ നോർമൽ വാല്യൂ വരുന്നത് എത്രയായിരിക്കും? 54 ml/min ആയിരിക്കും. അപ്പോൾ മാക്സിമം യൂറിയ ക്ലിയറൻസിൻ്റെ നോർമൽ വാല്യൂ 75 ml/min ആണ്. ഇനി സ്റ്റാൻഡേർഡ് യൂറിയ ക്ലിയറൻസിൻ്റെ വാല്യൂ എന്താണ്? 54 ml/min ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് യൂറിയ ക്ലിയറൻസിൻ്റെ ഇക്വേഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. കണ്ട് യൂറിൻ്റെ വോളിയത്തിൻ്റെ അവിടെ
റൂട്ട് ഓഫ് വോളിയം ഓഫ് യൂറിൻ ആണ് വരുന്നത്. ആ ഒരു ചേഞ്ച് ആണ് ആകെ വരുന്നത്. ഓക്കെ, ഇനി യൂറിയ ക്ലിയറൻസ് വാല്യൂ നോർമലിനേക്കാളും ഒരു 75% ബിലോ നോർമൽ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കിഡ്നി ഡാമേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ നമ്മുടെ യൂറിയ ക്ലിയറൻസ് വാല്യൂ 50% നോർമലിലെ 50%നേക്കാളും താഴേക്ക് പോയാൽ മാത്രമാണ് ബ്ലഡിലുള്ള യൂറിയൻ്റെ അളവ് കൂടത്തുള്ളൂ. അതേ വേറെ ഇപ്പോൾ 75%നേക്കാളും കുറവാണ് യൂറിയൻ്റെ ക്ലിയറൻസ് വാല്യൂ ഒക്കെ ആണെങ്കിൽ ബ്ലഡിലുള്ള യൂറിയയിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. ബ്ലഡ് യൂറിയ ഇൻക്രീസ് ആവണമെങ്കിൽ നമ്മുടെ യൂറിയ ക്ലിയറൻസിൻ്റെ വാല്യൂ ഒരു നോർമലിൻ്റെ 50%നേക്കാളും കുറയണം, എങ്കിലാണ് ബ്ലഡിലുള്ള യൂറിയൻ്റെ അളവ് കൂടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? യൂറിയ ക്ലിയറൻസ് ടെസ്റ്റ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ക്ലിയറൻസ് ടെസ്റ്റ് ആണ് ഇനുലിൻ ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനുലിൻ ഉണ്ടല്ലോ, നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഭയങ്കര സ്മോൾ മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? എളുപ്പം നമ്മുടെ ഗ്ലോമറുലൈൽ കൂടെ പാസ് ചെയ്യും. അതിൻ്റെ എന്ത് നടക്കുന്നില്ല? റീഅബ്സോർപ്ഷനോ മറ്റ് സെക്രീഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ ഫ്രീലി ഫിൽട്രേറ്റഡ് ആവും. അതിൻ്റെ റീഅബ്സോർപ്ഷനോ സെക്രീഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനുലിൻ ക്ലിയറൻസ് ടെസ്റ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? GFR, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഇനുലിൻ ക്ലിയർ ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഗ്ലോമറുലൈൽ കൂടെ എത്രത്തോളം പ്ലാസ്മേൻ്റെ ഫിൽട്രേഷൻ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ് വിൽ ബി ഈക്വൽ. എങ്ങനെയാണ് ഈക്വൽ ആയത്? ഇനുലിൻ്റെ റീഅബ്സോർപ്ഷനോ സെക്രീഷനോ ഒന്നും തന്നെ നടക്കാത്തത് കൊണ്ടാണ് അത് ഈക്വൽ ആയത്. അപ്പോൾ ഇനുലിൻ നമുക്ക് GFR അസസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഇനുലിൻ. എങ്കിലും നമ്മുടെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ ഏതേ പറയത്തുള്ളൂ? ക്രിയാറ്റിൻ ക്ലിയറൻസ് ആണ് പറയത്തുള്ളൂ. ബിക്കോസ് ഇനുലിൻ എന്താണ്? നമ്മളെ ബ്ലഡിലുള്ള ഒരു കോമ്പൗണ്ട് അല്ല, ഒരു എക്സ്റ്റേണൽ കോമ്പൗണ്ട് ആണ്. അതിനെ നമ്മൾ ബ്ലഡിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിയാറ്റിൻ ക്ലിയറൻസ് ആണ് എന്തുകൊണ്ടും ക്ലിയറൻസ് ടെസ്റ്റുകളിൽ ബെറ്റർ ആയിട്ടുള്ള ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കിഡ്നീനെ കുറിച്ച് പഠിച്ചു, കിഡ്നീൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ യൂറിൻ ഫോർമേഷനിലെ 3 സ്റ്റെപ്പുകൾ പഠിച്ചു, GFRനെ കുറിച്ചിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ ക്ലിയറൻസ് ടെസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓഫ് റീനൽ ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയറൻസ് ടെസ്റ്റിലെ യൂറിയ ക്ലിയറൻസ്, ക്രിയാറ്റിൻ ക്ലിയറൻസ്, ഇനുലിൻ ക്ലിയറൻസ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ബാക്കി റീനൽ ഫങ്ഷൻ ടെസ്റ്റുകളുമായിട്ട് ഞാൻ പാർട്ട് 2 വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.